മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് മറ്റൊരു ക്വസ്റ്റൻ ആണ് കണ്ടിന്യൂറ്റി ഡിഫറൻസിയേഷനിലെ എപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റൻ ആണ് ഫൈൻഡ് കെ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് പറയും ആ ഫംഗ്ഷൻ ഇന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്നുള്ളത്. ഇങ്ങനത്തെ ക്വസ്റ്റൻസുകൾ പഠിച്ചോളാം. അവിടെ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. സിംഗിൾ വേരിയബിളിനെ കണ്ടുപിടിക്കാനും ഡബിൾ വേരിയബിളിനെ കണ്ടുപിടിക്കാനുണ്ട്. ഇത് സിംഗിൾ വേരിയബിൾ കെ കണ്ടുപിടിക്കാനാണ്. ചിലപ്പോൾ ഡബിൾ വേരിയബിൾ എയും ബിയും കണ്ടുപിടിക്കാനാണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എപ്പോഴും നിങ്ങൾ ക്വസ്റ്റൻ പേപ്പർ ഒന്ന് പഴയ എടുത്ത് നോക്കിക്കോ, എപ്പോഴും ഇങ്ങനെ കാണാൻ പറ്റും. എന്താണ് അതേപോലത്തെ ഒരു ക്വസ്റ്റൻ നമ്മളിപ്പോൾ ബോർഡിൽ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ മൈനസ് 36 ബൈ എക്സ് മൈനസ് 3 എക്സ് നോട്ട് ഈക്വൽ 3 ആൻഡ് 2k എക്സ് ഈക്വൽ 3 ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 3. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് 3. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ രണ്ട് ഈ കെയുടെ പ്ലേസിൽ ആര് വന്നാലാണ് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്നത് 3 എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ ലിമിറ്റ് വാല്യൂവിനെ കണ്ടുപിടിക്കണം. ദാറ്റ് മീൻസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സിന് പകരം നോട്ട് ഈക്വൽ ടു നേരെ ഉള്ളത് വേണം എടുക്കണം കേട്ടോ. ലിമിറ്റ് വാല്യൂവിനെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നോട്ട് ഈക്വൽ ടു നേരെ ഉള്ളതിനെ വേണം കൊടുക്കാൻ. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ നേരെ ഉള്ളത് എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ മൈനസ് 36 ബൈ എക്സ് മൈനസ് 3. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇവിടെ നമ്മൾ ആദ്യം എക്സിന് അങ്ങോട്ട് 3 കൊടുത്താൽ എന്താ സംഭവിക്കുന്നത്? എക്സിന് 3 കൊടുത്തു കഴിഞ്ഞാൽ ഈ എക്സിന് 3 കൊടുക്കുമ്പോൾ 3 പ്ലസ് 3 അപ്പൊ 6ന്റെ സ്ക്വയർ 36 മൈനസ് 36 അപ്പൊ 0 ആവും. ഇവിടെ 3 കൊടുക്കുമ്പോൾ 3 മൈനസ് 3 0 ആവും. അപ്പൊ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്തായി പോയി 0. അപ്പൊ 0 ബൈ 0 ആണ്. അപ്പൊ ഡയറക്റ്റ് കൊടുക്കാൻ മാർഗമില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അടുത്ത പണിയിലോട്ട് പോകണം. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഫാക്ടറൈസേഷൻ മെത്തേഡ് ആണ്. ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, നോക്കണം. പിന്നെ നമ്മുടെ എൻട്രൻസ് ക്ലാസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന എൻട്രൻസുകളെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രിയുടെ ക്ലാസ് ആണ്. മാത്സിന് മാത്രമായിട്ട് ജോയിൻ ചെയ്യാം. ട്രിക്സും ടിപ്സും എല്ലാം ഉൾപ്പെട്ടുള്ള ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കുറേ ക്വസ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം ഈ എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ മൈനസ് 36 ആ 36നെ കണ്ടിട്ട് ഓരോരുത്തർക്ക് ഇന്ന എഴുതണമെന്നൊക്കെ തോന്നുന്നുണ്ട് അല്ലയോ? എന്തോ എഴുതണമെന്നല്ലേ? 36ന് നമുക്ക് ആരെന്ന് എഴുതാം 6 സ്ക്വയർ ബൈ എക്സ് മൈനസ് 3. അപ്പൊ എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ മൈനസ് 6 സ്ക്വയർ ഈസ് ഇൻ ദ ഫോം ഓഫ് എ സ്ക്വയർഡ് മൈനസ് ബി സ്ക്വയർ. വാട്ട് ഈസ് എ സ്ക്വയർഡ് മൈനസ് ബി സ്ക്വയർ? എല്ലാവരും എപ്പോഴും പറയുന്നതാണ് അല്ലേ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എല്ലാവർക്കും ഇതറിയാം. പക്ഷെ ഇതിനെ ഉപയോഗിക്കാൻ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തോന്നുക, അതാണ് വലിയ ഇമ്പോർട്ടന്റ്. ഇത് കാണാതെ പഠിക്കാൻ വലിയ പാടുള്ളതല്ല. പക്ഷെ ഈ റിസൾട്ട് ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻസുകളെ ഐഡന്റിഫൈ ചെയ്യുക, അത് ഇത്ര ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നോക്കിക്കേ, ഇത്രയും നിങ്ങൾ എ ആയിട്ട് എഴുതണേ, ഇയാളെ എ ആയിട്ട് എഴുതണം എക്സ് പ്ലസ് 3. ഈ 6നെ നിങ്ങൾ ആരായിട്ട് എഴുതണം? ബി ആയിട്ട് എഴുതിയാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 3 പ്ലസ് 6 കേട്ടോ. എക്സ് പ്ലസ് 3 പ്ലസ് 6 അതാണ് ഫസ്റ്റ് ബ്രാക്കറ്റ് ഇൻറ്റു എക്സ് പ്ലസ് 3 മൈനസ് 6. ഇങ്ങനെയാണ് അതിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ. എ പ്ലസ് ബി എ മൈനസ് ബി ഉണ്ടല്ലോ. എ പ്ലസ് ബി എ മൈനസ് ബി. ആ റിസൾട്ട് അപ്ലൈ ചെയ്തു. ബൈ ആരുണ്ട്? എക്സ് മൈനസ് 3. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3. ഇവിടെ എക്സ് പ്ലസ് 3 പ്ലസ് 6 ആൻസർ ആരാവും? എക്സ് പ്ലസ് 9. എക്സ് പ്ലസ് 3 മൈനസ് 6 3 മൈനസ് 6 മൈനസ് 3 ആവും. അപ്പൊ എക്സ് മൈനസ് 3 കേട്ടോ. 3 മൈനസ് 6 മൈനസ് 3 ബൈ എക്സ് മൈനസ് 3. അങ്ങനെ എക്സ് മൈനസ് 3 എന്തായി പോയി? ക്യാൻസൽ ആയി. ബാക്കി നമുക്കുള്ളത് എക്സ് പ്ലസ് 9 ആണ്. ഈ എക്സ് പ്ലസ് 9നെ നമുക്ക് ഇനി എളുപ്പമാണ്. എക്സിന്റെ പ്ലേസിലോട്ട് അങ്ങ് 3 കൊടുത്താൽ മതി. അപ്പൊ 3 പ്ലസ് 9 ആൻസർ ഈസ് 12. അപ്പൊ ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് വാല്യൂ നമുക്ക് 12 കിട്ടി. ഇനി ഡയറക്റ്റ് വാല്യൂ എക്സ് ഈക്വൽ ടു 3ൽ ആൻസർ ആരാണ്? 2k. അത് നമുക്ക് എഴുതാം ഗിവൺ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതാം കേട്ടോ. ഗിവൺ തന്നുള്ളതാ എഫ് ഓഫ് 3 ഈസ് ഈക്വൽ ടു 2k. അപ്പൊ നമുക്ക് ലിമിറ്റ് വാല്യൂ 12 കിട്ടി, ഡയറക്റ്റ് വാല്യൂ 2k കിട്ടി. ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞുള്ള കണ്ടിന്യൂസ്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ ലിമിറ്റ് വാല്യൂ ഡയറക്റ്റ് വാല്യൂ ഈക്വൽ ആണ് കേട്ടോ. ഈ ലിമിറ്റ് വാല്യൂ ഡയറക്റ്റ് വാല്യൂ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. therefore അപ്പോൾ നമ്മൾ എഴുതും since function is continuous at x equal to 3 therefore this is equal to 12 is equal to 2k. അല്ലെങ്കിൽ തിരിച്ചെഴുതിയാൽ 2k equal to 12.
ലിമിറ്റ് വാല്യൂ ഡയറക്റ്റ് വാല്യൂ ഈക്വൽ. അവിടുന്ന് k is equal 12/2 ആൻസർ 6. അത്രയേ ഉള്ളൂ. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റൻസുകൾ നന്നായിട്ട് പഠിച്ചോണം. കാരണം ഇങ്ങനത്തെ ഏതാണ് എക്സാമിന് മിക്കവാറും വരാനുള്ള നിങ്ങൾ പഴയ ക്വസ്റ്റൻ പേപ്പർ എല്ലാം ഒന്ന് എടുത്ത് നോക്കണേ. ഇത് മാത്രമല്ല, പല ക്വസ്റ്റൻസുകളും ഓരോ ചാപ്റ്ററിൽ നിന്നും പല ക്വസ്റ്റൻസുകളും ഇവിടെ നിന്നാണ് സ്ഥിരമായിട്ട് വരുന്നത് പഠിച്ചാൽ തന്നെ അവിടെ നിന്ന് കുറെ എണ്ണം പഠിച്ചുകൊണ്ട് പോയാൽ നമുക്ക് കുറെ ക്വസ്റ്റൻസ് കിട്ടും. അതിനുള്ള ടൈം കൊണ്ട് അങ്ങോട്ട് പഠിക്കുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.